അനക്ക് ഇത്ര കടി ഉണ്ടെങ്കിൽ ഇജ്ജ് എന്തേലും കാട്ടും. എന്തത് എത്ര പ്രശ്നങ്ങളാണ് വരുന്നത്. ഞങ്ങളവിടെ ഒരു വെല്ലുവിളിച്ചിങ്ങാണ്ട് ചലിച്ചിങ്ങാണ്ട് വന്ന റൂം. അപ്പൊ പെട്ടെന്ന് ഇട്ടുങ്ങാണ്ട് കളിച്ചാല പരിപാടിയില്. അപ്പൊ എന്നെ റിക്വസ്റ്റ് ചെയ്ത സ്പെക്ക് വെക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ മറ്റോരുണ്ടായിന് അവിടെ. എനിക്ക് റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരെടുത്തിന് ഓരോ അപ്പത്തേക്കും കളിക്കുക വേണ്ട. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഓരോടെ വെയിറ്റ് ചെയ്ത് ഇജ്ജ് വെയിറ്റ് ചെയ്യാതെ അവിടെ തന്നെ വന്നിട്ടാ. ഇവിടെ എത്ര അളിഞ്ച റിക്വസ്റ്റ് എടുക്കാതെ ഞാൻ ഇവിടെ അങ്ങനെ ഒറ്റ കളിച്ചിട്ടുണ്ട് എന്നറിയും. എന്നിട്ട് ഞാൻ വരെ എന്താ ആര് കിക്കടിച്ച് ഞാൻ ബാക്ക് ഇറങ്ങി പോകുന്നില്ല. എനക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബാക്ക് അടിച്ചു പോകും. എന്താ വെറുതെ ഇങ്ങനെ പോവാ കയറുക. ഞാൻ തേടും കടന്ന് ചാത്തു. ഞാനും ഇവിടെ നിങ്ങൾ റൂം കളിച്ചുമ്പോ ഞാൻ ഇവിടെ സ്പെക്ക് വെക്കല. ഞാൻ കളിക്കല്ല. ഇച്ച് കളിച്ചാന് ഒരു ഫോം ഇല്ല എന്നാണ്ട ഞാൻ എത്ര റൂം കളിച്ചിട്ട് നിങ്ങള് ഞാൻ ഇറങ്ങാതെ തന്നെ. എന്നിട്ട് ഞാൻ തേടും കടന്ന് ചാത്തുക്കണം. അതിന് ചെറിയ 2-3 റിക്വസ്റ്റ് എടുക്കാത്ത ഗിൽഡിൽ നിന്ന് ബാക്ക് അടിച്ചു പറഞ്ഞാല് എനിക്ക് എന്തോ കടിയാ. ഇതൊക്കെ ഒരു ഗിൽഡിലുണ്ട്. സാധാരണ ഉണ്ടാണ്. ഇതെല്ലാതും സീരിയസ് ആയി കണ്ട് എടുത്തുങ്ങാണ്ട് ഒക്കെ ബാക്ക് ഇറങ്ങുക, കടന്ന് ചൂടാകുക. ഇതൊക്കെ എന്താ പിന്നെ കാട്ടുണ്ട്? റിക്വസ്റ്റ് എടുത്തില്ല എന്നൊക്കെ അല്ലേ ഒരു പ്രശ്നം. റിക്വസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ലോബിയിൽ വന്നാണല്ലോ. ഞാൻ എന്നിട്ട് അവിടെ റൂമും ഇല്ലതും കണ്ടാച്ച്. എന്നിട്ട് അന്ന് സ്പെക്ക് വെക്കാൻ പറഞ്ഞു. സ്പെക്ക് ഇരുന്ന് കാണുക. ഞങ്ങൾ എന്തായാലും കളി എടുക്കുന്നു. കളി എടുത്തുകൊണ്ട് ഗ്രൂപ്പിലും കൊടുക്കണല്ലോ. എൽഡർ സാധനം കളഞ്ഞത് എൽഡർ സാധനം ഇജ്ജ് ആക്റ്റീവ് അല്ലേ കഴിഞ്ഞ ആഴ്ച. പിന്നെ ഒരു രണ്ടാളും എന്താ ആക്റ്റീവും പുഷിങ്ങും പിന്നെ ഓന് ലീഡർ ആവാൻ താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ ആക്കിയതാണ്. അല്ലാതെ വേറൊരു വണ്ടിക്ക് ആക്കിയതല്ല. ഇജ്ജ് ആക്റ്റീവായി തിരിച്ചു വന്നാൽ എനിക്ക് തന്നെ തരാൻ വെച്ചേനു. അല്ലാതെ ഓന് പെർമനന്റ് ആക്കി ഇങ്ങോട്ട് കൊടുത്തതൊന്നല്ല. ആ വീക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കിന ഓനേനു. ഗ്ലോറി എടുത്തുങ്ങാടും ആൾക്കാരെ കിക്കടിച്ചുങ്ങാടും ബാക്കിയിലൊക്കെ നോക്കിയിരുന്നത്. ഇതൊക്കെ കേട്ടിട്ട് റീപ്ലൈ അതാ. എന്നിട്ട് ആലോചിച്ച് എന്തിനാ വെറുതെ വേക്കടിഞ്ഞാണോ അതോ എന്താ കടിക്കിറങ്ങിയതാണോ? കയറുമ്പോ റിക്വസ്റ്റ് ഇട്. ഞാൻ എന്താ അക്സെപ്റ്റ് ആക്കണ്ട്. എപ്പണ്ടെങ്കിൽ ഇപ്പൊ കയറ്. എനിക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല, മനസ്സിലായ? എനിക്കവിടെ എനിക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ട വല്ല കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ കയറണം പറഞ്ഞാൽ ഞാൻ കയറില്ല. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് കുറേ ഉണ്ട്. ഞാൻ അവന്മാരുടെ ഏതെങ്കിലും ഗിൽഡിൽ പോയി നിന്നോളാം. ഞാൻ അവന്മാർക്ക് പുഷ് ചെയ്ത് കൊടുത്തോളാം. എനിക്ക് ഈ ഗിൽഡിൽ നിൽക്കാൻ താല്പര്യമില്ല. മനസ്സിലായ? എൽഡർ സ്ഥാനം മാറ്റുമ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചൂടെ? എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് പറ്റിയില്ലേ? പിന്നെന്താണ് അവനാണ് എല്ലാം ചെയ്തിരുന്നില്ലേ ആ ആഴ്ച? ശരി, ഞാൻ കിക്ക് ചെയ്തിട്ടേക്കാം. ഞാൻ കിക്ക് ചെയ്താൽ നിങ്ങൾക്കൊക്കെ പ്രശ്നമില്ലേ? അവൻ കിക്ക് ചെയ്താൽ മാത്രം പ്രശ്നമില്ല. അവൻ കിക്കടിച്ചത് പറഞ്ഞാൽ ഞങ്ങള് ലിസ്റ്റ് ഇട്ടുങ്ങാണ്ട് ആ ലിസ്റ്റൊക്കെ ഗ്രൂപ്പിൽ നോക്ക്. അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ ഇട്ടത്. എന്നിട്ടാ കിക്കടിച്ച്. ഇജ്ജെന്താട്ടില്ലേ എന്നോട് വന്നാൽ കൊണക്കണ എല്ലാരെയും പിടിച്ചിങ്ങനെ കിക്കടിച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ. അവൻ ആ പ്രാവശ്യം ഓൻ തന്നെ ഇത് ഗ്ലോറി അടിച്ചത് ഓൻ തന്നെ ഒരു രണ്ടാൾ തന്നെയാണ്. പിന്നെ മുന്നോട്ടുണ്ടത് വരെ തന്നെയാണ്. വെറുതെ ഈഗോ വെച്ചിങ്ങാട് വേക്കടിച്ച് പോകാൻ നടക്കണ്ട വെറുതെ. ഏറ്റവും കൂടുതൽ കൊണച്ച പ്രശ്നം ഉണ്ടായത് എൻ്റെ വക തന്നെ. ഇന്നിപ്പോ ഒരു പ്രശ്നം ഉണ്ടായി. അതുവരെ നീ സോൾവ് ആയിങ്ങാണ്ട് കിടക്കാൻ. അതൊക്കെ നീ എൻ്റെ അടുത്ത് തന്നെ അറിയണേ. ഞാൻ ഗിൽഡിലില്ലല്ലോ. പിന്നെ എൻ്റെ അടുത്ത് അറിയണേ. നീ എൻ്റെ അടുത്തൊന്നും പറയണ്ട. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി ഗിൽഡിൽ നിന്ന് അറിയും. ഇജ്ജ് ഗിൽഡിൽ നിന്ന് വേക്കടിച്ച് ചെയ്തിങ്ങാട് ഞാൻ എന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ല. ഇജ്ജ് അന്നെ ഞങ്ങള് കിക്കടിച്ചിട്ടില്ല, എന്നെ ഒന്നും കാട്ടിയില്ല. പിന്നെ ഇജ്ജ് സ്വന്തമായിട്ട് വേക്കടിച്ച് ചെയ്തിങ്ങാട് എന്താ ഗിൽഡിൽ നിന്ന് പുറത്തായ മാതിരി ഞങ്ങൾ എഴുതിയിട്ടില്ല. ഇജ്ജ് വരുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. അല്ലെങ്കിൽ പിന്നെ ഇജ്ജ് അവിടെ തന്നെ വന്നു. എനിക്ക് വലിയ ഈഗോ അടിച്ചിങ്ങാണ്ടില്ല പരിപാടിയാണ്. ആടാ, എനിക്ക് ഈഗോ അടിച്ചിട്ട് തന്നെ എന്താ വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ല. ഓക്കെ എന്നാ താല്പര്യം ഉണ്ടാവുമ്പോ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കേട്ടാ.